കൊല്ലത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് കശുവണ്ടി മേഖല. കശുവണ്ടി മേഖലയിലെ ജോലി പ്രശ്നങ്ങൾ, അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, കശുവണ്ടി തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തെരഞ്ഞെടുപ്പിനെ പോലും നിർണ്ണയിക്കാൻ ശക്തിയുള്ളതാണ്. അപ്പോ എങ്ങനെയാണ് കശുവണ്ടി മേഖലയിലെ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, നമുക്ക് അതുകൂടി ഒന്ന് ചോദിച്ചറിഞ്ഞാൽ മാത്രമേ കൊല്ലത്തിന്റെ ചിത്രം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ സെന്റ് മേരീസ് കശുവണ്ടി ഫാക്ടറിക്ക് മുന്നിലാണ്. അവിടുത്തെ തൊഴിലാളികളോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. ഇപ്പോൾ നമ്മൾ ഷെല്ലിംഗ് സെഷനിലാണ് നിൽക്കുന്നത്. നമുക്ക് അവരോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാം. സ്ഥാനാർത്ഥികളൊക്കെ വന്നിരുന്നോ വോട്ട് ചെയ്യാൻ? എന്താ പ്രാദേശിക വിഷയങ്ങളൊക്കെ നോക്കിയാണോ? എന്ത് നോക്കിയാ വോട്ട് ചെയ്യുന്നേ? തദ്ദേശ തെരഞ്ഞെടുപ്പ് ആരും നല്ലവരെന്ന് വെച്ചാൽ അവർ വോട്ട് ചെയ്യും. വ്യക്തികളെ നോക്കിയല്ലേ? വ്യക്തിയെ നോക്കി ചെയ്യും. ജോലിയൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് ജോലിയൊക്കെ ഉറപ്പാകുന്നുണ്ടോ? ഉറപ്പാ. ഈ തുടർച്ചയാണോ അതോ മാറുവോ കൊല്ലത്തിന്റെ രാഷ്ട്രീയ മുഖം? ഇല്ല, കൊല്ലത്തിന്റെ രാഷ്ട്രീയം മാറുമെന്നോ അത് ഇലക്ഷൻ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. സസ്പെൻസ് ആണ്. ഇലക്ഷൻ കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ എന്നാ പറയുന്നേ. സ്ഥാനാർത്ഥികളൊക്കെ വന്നായിരുന്നോ? ഇവിടെ വന്ന് കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാ? എല്ലാം പറഞ്ഞു. അത് തദ്ദേശ എല്ലാരും എല്ലാ പാർട്ടിക്കാരും എല്ലാം തരാമെന്ന് പറഞ്ഞു. ആരുമില്ല തരത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ കിട്ടത്തില്ല. അതോ കിട്ടുന്നുണ്ടോ? കിട്ടത്തില്ല. ഇപ്പൊ കാണുന്ന കാഴ്ചയേ ഉള്ളു, പിന്നില്ല. വോട്ട് ചെയ്യും. പക്ഷെ വോട്ട് പിന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് ചെയ്യണ്ടേ? ചെയ്യും. അത് ചെയ്തിരിക്കും. വന്നവരോടൊക്കെ പ്രശ്നം പറഞ്ഞോ? എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വോട്ട് തീരുന്നോളം വരെ ചെയ്ത് തീരുന്നോളം വരെ അവർ തരാന്ന് പറഞ്ഞു. പിന്നെ അവരെ കളി കാണില്ല. അത്രയേ ഉള്ളൂ. നല്ല തിരക്കിട്ട പണിയിലാണ് എല്ലാവരും. അമ്മ വോട്ടൊക്കെ ചോദിക്കാൻ ആളുകൾ വന്നിരുന്നാ? വോട്ട് ചോദിക്കാൻ വന്നാൽ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു പോയവര് പോയി. കൊല്ലം എപ്പോഴും ചുമന്നിരിക്കും എന്നാണ് പറയുന്നത്. ചമന്നാലും കറുത്താലും ഞങ്ങൾക്ക് ആർക്കൊന്നുമില്ല, ഒരു രക്ഷയില്ല. ഇത് ചെയ്യാതെ ജീവിക്കാം. ആദ്യം വന്ന് പറയാം ആനയെ തരാം, കുതിരയെ തരാം, അതിന്റെ പുറകെ ഒരു കുരകിനെ തരാമെന്നൊക്കെ പറയും. കുരകുമില്ല, പേരുമില്ല, ആമയില്ല, ഈ അഞ്ചുമല്ലേ അങ്ങ് ജീവിക്കാം. പെൻഷൻ കൂട്ടി പെൻഷൻ കൂട്ടി ഇത് കൊച്ചുനാളോട് തന്നെ എന്റെ ഫലമാ. അതിന്റെ പെൻഷൻ തരുന്ന ഒരു സർക്കാർ ഞങ്ങൾ തരുന്നില്ല. ഞങ്ങളുടെ പെൻഷനാണ് വരുന്നത്. കൊച്ചുനാളോട്ട് രണ്ടു പൈസ പിടിച്ചായിരുന്നു. അവർ വീതമായി പിടിക്കും. ആ പൈസ ഞങ്ങൾക്ക് പെൻഷൻ തരുന്നത്. സർക്കാരിന്റെ ഒരു പൈസ വിധവ പെൻഷൻ ഉണ്ട് സർക്കാരിന്റെ, അത് മാത്രമേ ഉള്ളൂ. അതെനിക്ക് ബാധകമല്ല. സ്ഥാനാർത്ഥികളൊക്കെ വന്നായിരുന്നോ അമ്മ? തെരഞ്ഞെടുപ്പ് ഇവിടെ എങ്ങനെയുണ്ട്? എല്ലാം ഇഷ്ടം പോലെ ഉണ്ടോ സ്ഥാനാർത്ഥികളുണ്ട്. വോട്ട് ചെയ്താലേ ഈ അണ്ടിയൊന്നും ഞങ്ങൾക്ക് തല്ലണം. അങ്ങനെയുള്ളവരൊക്കെ വോട്ട് ചെയ്യത്തുള്ളൂ. ഞങ്ങൾക്ക് അരി കഴിക്കണം. പണിയൊക്കെ കിട്ടുന്നു. കോർപ്പറേഷനിൽ പക്ഷെ പണിയില്ലല്ലോ. അത് പറഞ്ഞു. അല്ല ഇന്നെല്ലാരും നിങ്ങൾ പോയോ? പണിയുണ്ട്. ദിവസം മുടങ്ങാനുണ്ട്. എല്ലാ ദിവസവും അല്ലാതെ ഇവിടെ വരും. അപ്പൊ പിന്നെന്താ പ്രശ്നം? അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങൾ നിരത്തി അങ്ങ് കുത്തും. ആരും പരാതി പറയത്തില്ലല്ലോ. അപ്പൊ ഇപ്പൊ പണിയുണ്ട്. അപ്പം ഇപ്പൊ പണി തരുന്നവർക്ക് തന്നെ കൊടുക്കും. അല്ലാതെ കൊടുക്കത്തില്ല. കൊടുത്തോണ്ട് ഒരു പ്രയോജനം ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചായിരുന്നു. അപ്പൊ തുടർ ഭരണം. അത് ഞങ്ങൾ വിചാരിക്കാൻ കുറച്ചാലും ഭരിക്കും അവര്. ഞങ്ങൾ വിചാരിക്കാൻ അവര് ഭരിക്കും. ഒരു കുഴപ്പവും വരുന്നില്ല. നിങ്ങളാണ് അപ്പൊ അവരെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അങ്ങനെ തന്നെ. തുടർ ഭരണത്തിന് പിന്നിൽ കൊണ്ട് ഞങ്ങളെ എങ്ങും പോയി വായി നോക്കുന്നില്ല. ഇവിടെ ജോലി ചെയ്ത് അനുവദിക്കും. മറ്റേ ഞങ്ങള് പലയിടത്ത് വായി നോക്കാൻ നടന്നായിരുന്നു. ആര് വരുന്നപ്പോഴാ? ഉമ്മൻചാണ്ടി. അതൊക്കെ പറഞ്ഞുതരാം. അപ്പോ ഇതാണ് ഇത് ശക്തമായ രാഷ്ട്രീയവും കൂടി പറയുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ വരണം. നല്ല ഭരണം. ഈ ഭരണം തന്നെ വരണം. അപ്പോ കൊല്ലം ഇത്തവണയും ഇടത് പക്ഷത്തേക്ക് അതെ നല്ല ഭരണമാണ്. ഇവർ തന്നെ തുടരണം എന്നതാണ്. 35 വർഷമായി ഞാൻ ഇതിനകത്ത് കിടന്നിട്ട് ഒന്നാം പാടില്ല. ഇന്ന് വരെ ഒരു മാളം ഉണ്ടായിട്ടില്ല. കുറെ മെമ്പർമാരും കുറെ സ്ഥാനാർത്ഥികളും വരും വോട്ടിന് മാത്രം. അല്ലാതെ യാതൊരു പ്രയോജനവും ഒരു വഴി പോലും ഇല്ല. അവിടെ വന്ന് ജാനറ്റുകാരെല്ലാം വന്ന് കണ്ടേച്ച് എഴുതിക്കൊണ്ട് പോയതാ. പേപ്പറിനകത്ത് വന്നതാ.
ഇന്നും അത് അങ്ങനെ തന്നെ നടക്കുക. ലൈഫ് മിഷന് അപേക്ഷ കൊടുത്തില്ലേ? അപേക്ഷയൊക്കെ കൊടുത്ത് അപ്ഡേറ്റ് വരെ കൊണ്ട് കൊടുത്തു. എന്നിട്ടൊന്നും ഇന്നുവരെയും കിട്ടിയിട്ടില്ല. ഇപ്പൊ വരെ എല്ലാം ഉണ്ടെന്ന് പറയുന്നതല്ല. 35 വർഷമായി ഞാൻ ആ വീട്ടിൽ വന്ന് കയറിയിട്ട്. ഇന്ന് വരെ 2 പൊടിക്കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഞാനുമായിട്ട് നടക്കുന്നത്. എന്താ വീട് കിട്ടാത്ത പ്രശ്നം പറയുന്നത്? വീട് കിട്ടാത്ത നാളെ ചതുപ്പ് സ്ഥലമാണെന്ന് പറഞ്ഞ് അവിടെ എഴുതി കൊടുത്ത്. എന്നിട്ട് വേറുള്ളവർക്ക് എല്ലാം കിട്ടി. നല്ല നല്ല വീടുള്ളവർക്കെല്ലാം അവിടെ വീട് ഇടിച്ചു കൊടുത്തിട്ട് വീട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മാത്രം ഇല്ല. ആ ഒരു വാർഡിൽ എന്റെ ഒരു വീട് മാത്രമേ ഉള്ളൂ അങ്ങനെ കിടക്കുന്നത്. ഇത്രയേ ഉള്ളൂ. വീട് കിട്ടാത്തവർ ഇനിയും ഉണ്ട് എന്നതുകൂടിയാണ് സൂചിപ്പിക്കുന്നത്. അമ്മ വോട്ട് ചെയ്യണ്ടേ? വോട്ട് എന്തിനാ കൊടുക്കുന്നേ? ഒന്നീ വഴി കിട്ടണം. മാറിയും തിരിഞ്ഞ് മാറിയും തിരിഞ്ഞ് 25 കൊല്ലം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചു. അത് കഴിഞ്ഞ് കോൺഗ്രസ്സുകാർ ഭരിക്കുന്നു. ഞാൻ നാട്ടെ ഇങ്ങോട്ട് എന്നെ നോക്ക്. എത്തപ്പോൾ വെള്ളച്ചൂട് ഇവിടെ വരുന്നത് അങ്ങ് മണ്ഡലത്തിற்கு 2ാം പാർട്ടിന്ന് അരിനല്ലൂർ ദേശത്തുനിന്നാണ് ഞാൻ ഇവിടെ വരുന്നത്. ഈ മുട്ടപ്പം വെള്ളത്തിൽ ഒരു ഫലം അവരെ കൊണ്ട് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. 2 കൂട്ടരും അത് തന്നെ. ഒരാളും തന്നെ 2 കൂട്ടരും. കോൺഗ്രസ് തന്നെ കമ്മ്യൂണിസ്റ്റ് തന്നെ. ഇനി എന്തിനാ ഞങ്ങളോട്ട് അപ്പൊ വേറെ ആരെങ്കിലും വരണതാണോ? വേറെ ആരെങ്കിലും വരണം? ഇത് തന്നെ ഞങ്ങളുടെ നാട്ടിൽ വഴിയില്ല വെള്ളവും. മുട്ടപ്പം വെള്ളത്തോട്ടാ കയറി വരുന്നത്. ഇവിടെ ഈ 2 കടത്തോട് ഇറങ്ങി 2 കടത്തോട് നമ്മൾ കഷ്ടപ്പെടുന്നെങ്കിൽ നമുക്ക് ജീവിക്കാം. പിന്നെ അതിനോട്ട് ഒരു വിശ്വാസമുണ്ട്. അത് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരൊന്നും നോക്കിയില്ലേ? വോട്ട് ചെയ്ത് നോക്കിയെന്നാണ് ചെയ്ത് അവർക്ക് തന്നെ ചെയ്യും. അപ്പൊ ഇത് ഇനിയും ഇങ്ങനെ തുടരും, ഭരണം തുടരും എന്നാണോ കൊല്ലത്ത്? വോട്ട് ചോദിക്കാൻ ആളുകൾ എത്തിയിരുന്നോ? ചോദിക്കാനൊക്കെ എത്തിയിരുന്ന അർഹതയുള്ളവരുടെ കരങ്ങളിൽ ഒന്നും എത്താത്തില്ല. ഞാൻ 14 വർഷം കൊണ്ട് ഒരു സെക്രട്ടേറിയറ്റ് കിടക്കും. എനിക്ക് ഇന്നുവരെ ഒരു വീട് കിട്ടിയിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പം തൊട്ട് ഞാൻ അപേക്ഷ കൊടുക്കുന്നു. വീട് തരാന്ന് പറയുന്ന എല്ലാം ഇതുവരെയും കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് കളക്ടർക്ക് എല്ലാം പരാതി. അടുത്തതിനകത്ത് ഉണ്ട് എന്ന് പറയും. ഇലക്ഷൻ വർക്കിന് വരുമ്പോൾ എല്ലാവരും നല്ല ചിരിയും കാര്യം സപ്പോർട്ട്. ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു കഴിയുമ്പോൾ പിന്നെ ആർക്കും യാതൊരു പിന്നെ ഒരുപാട് വികസനങ്ങൾ ഇവിടെ വരാനുണ്ട്. ഞങ്ങളുടെ ഈ കൈത്തൊഴിലാളി വരുന്ന ആ റോഡുണ്ട് മൊത്തം പൊളിഞ്ഞു വാരി കിടക്കുക. റോഡിനകത്ത് വരുമ്പോൾ മറിഞ്ഞാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു വഴിയില്ല, ഒന്നുമില്ല. കുറേ വികസനങ്ങൾ വരാനുണ്ട്. ഞങ്ങൾ തൊഴിലാളികൾക്ക് മുതലാളി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ എന്നും മുടങ്ങാതെ ഞങ്ങൾക്ക് ജോലിയുണ്ട്. അതിന് ദൈവത്തോട് നന്ദി പറഞ്ഞു. അത് വെച്ചാലും ഇതൊക്കെ പറ്റും. കോർപ്പറേഷനില് പണി എങ്ങനെയാ? കോർപ്പറേഷനിൽ ഇപ്പം മുടങ്ങാതെ ജോലിയൊക്കെ ഉണ്ട്. ആര് വന്നാലും ഞങ്ങൾക്ക് നല്ലതൊന്നുമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആര് വന്നാൽ എന്തെന്ന് ചോദിക്കുന്നവരുണ്ട്. അതേസമയം കോർപ്പറേഷനിൽ മുടങ്ങാതെ പണിയുണ്ട് എന്നതൊരു ആശ്വാസമായി പറയുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ തുടരണം ഈ സർക്കാർ എന്ന് പറയുന്നവരുണ്ട്. ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. ആളുകൾ വരുമ്പോ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് ആളുകളോട്, കേൾക്കുന്നുണ്ട് ആളുകള്? കുഴപ്പമില്ല. ഓക്കെ, അമ്മയ്ക്ക് എന്താ പറയാനുണ്ടെന്ന് തോന്നല്ലോ? സന്തോഷം. ഒന്നും പറയാനില്ല. ജോലി ചെയ്യുന്ന ജീവിക്കുന്നു. ജോലി ചെയ്യുന്ന ജീവിക്കുന്നു. വോട്ട് ചെയ്യാൻ ആളുകൾ വോട്ടൊക്കെ ചോദിച്ചു വന്നോ? വന്ന് എല്ലാവരും വന്നു. ആദ്യ ഘട്ടത്തിലാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. പിന്നെ വോട്ടിടാൻ പോകണം. അമ്മ വോട്ട് ചെയ്യാൻ പോണ്ടേ? വോട്ട് ചെയ്യാൻ പോകണം. എല്ലാരും വന്നോ? എല്ലാവരും വന്നു. ഇനി വരാനായിട്ട് പറഞ്ഞോ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോ അവരോടൊക്കെ. അവരോടെല്ലാം പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഞാൻ മുടങ്ങാതെ ജോലി കിട്ടിയാൽ മതി. മനസ്സിലാരാ സ്ഥാനാർത്ഥി എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്? എല്ലാ സ്ഥാനാർത്ഥിക്കാരും ഉണ്ട്. എല്ലാരും ഉണ്ട്, പുറത്തു പറയില്ല. അല്ലേ, അത് പറഞ്ഞിട്ടില്ല. ആരും പറയില്ല. രാഷ്ട്രീയം പുറത്തു പറയില്ല, വോട്ടൊക്കെ ചെയ്യും. മുടങ്ങാതെ പണിയൊക്കെ ഉണ്ടോ? മുടങ്ങാതെ സെന്റ് കമ്പനിയിൽ മുടങ്ങാതെ പണിയുണ്ട്. ഞങ്ങളെ മുതലാളി നല്ല മുതലാളി. പിന്നെ ആര് ജയിച്ചാലും ആര് തോറ്റാലും അവർക്ക് തന്നെ. അയ്യപ്പന്റെ 5 വരെ മോഷ്ടിച്ചു. ഇതിന് വല്ല എന്താ വേണം? അയ്യപ്പന്റെ മോഷണം, സ്വർണം മോഷ്ടിച്ചത് ഒരു വലിയ വിഷയമാണ് അല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പ്? വിഷയം തന്നെ. വിഷയം തന്നെ. ഇവര് മോഷ്ടിച്ച് എവിടം വരെ ചെല്ലുന്നു? കുടുംബം തോണ്ടി എന്ന് പറഞ്ഞാൽ മതി. ഈ അയ്യപ്പന്റെ മോഷണം മാത്രമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഓർത്തിട്ടായിരിക്കും വോട്ട് ചെയ്യാം. നല്ല രീതിയിൽ ആലോചിച്ച് വോട്ട് ചെയ്യുന്നു. അപ്പോ പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം തന്നെ മറ്റ് സംസ്ഥാനത്ത് ഉയർന്നു കേൾക്കുന്ന വിഷയങ്ങളും ഒക്കെ വലിയ ചർച്ചയാകും. അതിൽ സ്വർണ്ണക്കൊള്ളയുണ്ട്, ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുണ്ട്. ഇതെല്ലാം ആലോചിച്ചിട്ടാകും. എന്തൊക്കെയാ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്ന? വോട്ട് ചെയ്യുന്ന
ചെയ്യുന്നത് ആലോചിച്ചിട്ടൊക്കെ ചെയ്യും. അത് എന്താ പ്രാദേശിക വിഷയങ്ങളാണോ അതോ മറ്റ് എല്ലാ വിഷയങ്ങളും ഇതിനകത്തുണ്ടല്ലോ ഇപ്പൊ. നമുക്ക് ജോലി ചെയ്ത് നമ്മൾ ജീവിക്കുന്നു. ഞങ്ങൾ രാവിലെ 7 മണിക്ക് ഇവിടെ വരും, പിന്നെ വൈകിട്ട് ഇരുന്നനുസരിച്ച് പോകും. അത്ര നേരം ഞങ്ങളിങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾക്കൊക്കെ എന്തോ ഓരോ കാലാകാലങ്ങളിൽ അവർ ഓട്ടി ഒഴിക്കും, വരും, പോകും. ഇതൊക്കെ തന്നെ നടക്കും. വോട്ട് ചോദിക്കും പോകും, പിന്നെ അതിനപ്പുറം ഒന്നും ഇല്ല എന്നുള്ളത് കൂടി പറയുകയാണ്. അപ്പൊ എല്ലാ വിഷയങ്ങളും കണക്കിലെടുത്താണ് വോട്ട് ചെയ്യുന്നത്. പ്രാദേശിക വിഷയങ്ങളാണോ വ്യക്തിയാണോ എന്താണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം, വോട്ട് ചെയ്യുന്നതിന്റെ മാനദണ്ഡം? തെരഞ്ഞെടുപ്പിലോ വ്യക്തിയെ നോക്കിയാ ചെയ്യുന്നത്. വ്യക്തി നോക്കും. അത് ശരി. അപ്പൊ ഈ സംസ്ഥാനത്ത് ഈ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ മനസ്സിലുണ്ടോ? ഉണ്ട്, എല്ലാം ഉണ്ട്. അയ്യപ്പന്റെ ഉണ്ട്, രാഹുലിന്റെ ഉണ്ട്, എല്ലാ വിഷയങ്ങളുമാണ് നമ്മൾ. പ്രാദേശിക വിഷയങ്ങളോ? ഈ വികസനം, റോഡ്, ജലം, ശുദ്ധജലം, അതെല്ലാം ഉണ്ട്. പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ? ഇല്ലില്ല, എല്ലാ റോഡും എല്ലാം ആയിട്ടുണ്ട് ഇപ്പം. ഏറെക്കുറെ വികസനമൊക്കെ എത്തിയെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇവരുടെ വളരെ തിരക്കിട്ട പണികളാണ് നടക്കുന്നത്. അതിനിടയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോണം. വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യും ജനങ്ങള്, വോട്ട് ചെയ്യാൻ പോകും. പക്ഷേ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രകടനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നേരത്തെ നടന്നതുപോലൊന്നുമല്ല. 2021 പ്രകടനം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ വ്യക്തിയെ അനുസരിച്ചാണ് വോട്ട് ചെയ്യുന്നത്. നല്ല ആരാണ്, നമുക്ക് നന്മ ചെയ്യുന്ന ആരാണ്, അവരെ നോക്കിയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. എല്ലാരും അങ്ങനെയൊക്കെ തന്നെ ആണോ? വോട്ട് ചെയ്യാൻ പോണ്ടേ? എല്ലാ സ്ഥാനാർത്ഥികളൊക്കെ വന്ന് കണ്ടോ? പാർട്ടി ഉണ്ടപ്പോ നമുക്ക്. പറയോ, ഞങ്ങളോട് പറയോ? ഞങ്ങളോട് പറയില്ല, അത് രഹസ്യമാണ്. അപ്പൊ പോണ്ടേ വോട്ട് ചെയ്യാൻ? പ്രശ്നങ്ങളൊക്കെ പറഞ്ഞോ? കഴിഞ്ഞ വർഷത്തിന് ശേഷം പിന്നെ ഇടയ്ക്ക് അവരെ കണ്ടിരുന്നോ? സ്ഥാനാർത്ഥികളെ പിന്നെ കണ്ടിട്ട് വരുമ്പോ കാണും, പിന്നെ കാണത്തില്ല. വോട്ട് കഴിക്കാൻ വരും, പിന്നെ അവരെ കാണത്തില്ല. കൊല്ലത്ത് തുടർഭരണമായിരിക്കോ? ഇനി കോർപ്പറേഷൻ ഭരണമൊക്കെ തുടർഭരണമായിരിക്കോ? ഇടതായിരിക്കോ? അപ്പൊ ഒരു വെല്ലുവിളി ഉണ്ട് എന്നതാണ്. തുടർച്ചയുണ്ടോന്ന് അറിയില്ല എന്നാണ്. കൊല്ലത്ത് തുടർഭരണമായിരിക്കോ? കോർപ്പറേഷൻ ഇത്തവണ ഇടത് പിടിക്കോ? അറിഞ്ഞൂടാ. നിങ്ങളുടെ മനസ്സിൽ തീരുമാനമുണ്ട്? തീരുമാനമൊക്കെ ഉണ്ട്. ഇടതുപക്ഷം ജയിക്കോ? കോർപ്പറേഷൻ ജയിക്കോ? ഇത്തവണ ഇടത് തന്നെ. കൊല്ലത്ത് മാറ്റില്ലേ? കൊല്ലമായി കോർപ്പറേഷൻ ഭരണം. മതി. 30 കൊല്ലം കൊണ്ടേ ഒരു കയറുതൊഴിലാളിയെ തേമൂരി അടച്ച പൈസ തരാൻ കിടക്കുകയാണ്. നമ്മുടെ സർക്കാരാന്ന് പറയുന്നത്. ഇടതുപക്ഷം എന്താ തരാത്ത എന്താ? അതിന് മറുപടി ഇല്ല. ക്ഷേമനിധി അടച്ച പൈസ 30 കൊല്ലം അടച്ചത് 15,000 രൂപയുണ്ടെന്ന് അവർ പറഞ്ഞു. 5 വർഷമായി ഇതേവരെയും തരുന്നില്ല. നമ്മുടെ സർക്കാരാന്ന് പറയുന്നത്. പെൻഷൻ കൊടുത്തു, ക്ഷേമനിധിയുടെ തുക കിട്ടാനൊക്കെയുള്ള മേടിക്കുന്നില്ല, വിധവ പെൻഷനാണ് മേടിക്കുന്നത്. ആ അടച്ച പൈസ തരുന്നില്ലെന്നാ പറഞ്ഞത്. അപ്പൊ അത് 30 കൊല്ലം അടച്ചതാ. 15,000 രൂപയുണ്ട്. എന്താ പറയുന്നേ? ആ തരും. സർക്കാർ എന്നോട് ചോദിച്ചോണ്ടിരിക്കുന്നു, തരുമ്പോ അക്കൗണ്ടിൽ ഇട്ട് തരുമെന്ന് പറയുന്നു. അത് തരാത്ത വിഷമമുണ്ട്. ഇതെന്ത് മാറി ചിന്തിക്കും എത്തവണ. ചിലപ്പം ചിന്തിച്ചേക്കും. മാറി ചിന്തിക്കും. എങ്ങനെയുണ്ട്? ജോലിയൊക്കെ നന്നായി പോകുന്നു. എങ്ങനെയാ കോർപ്പറേഷൻ ഇത്തവണ ആര് പിടിക്കും? ഇടതുപക്ഷം പിടിക്കും. ഇരട്ട എഞ്ചിനായിട്ട് തന്നെ കോർപ്പറേഷൻ നിൽക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും എല്ലാവരും അവരുടെ പ്രശ്നങ്ങളുണ്ട്, മറ്റ് പ്രതിസന്ധികളുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും പറയണ്ട? ജോലിയുണ്ട് മക്കളെ, ഇന്നും ജോലിയുണ്ട്. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. അടുത്താഴ്ച പോണം. ആരാ മനസ്സിൽ? നമുക്കൊന്നും പറയാൻ പറ്റില്ല. കോർപ്പറേഷൻ ആര് പിടിക്കും ഇത്തവണ? കോർപ്പറേഷൻ ആര് പിടിക്കും? ആരാ പിടിക്കുന്നതൊക്കെ നിൽക്കുന്നവരാരെങ്കിലും ഇടതുപക്ഷം തന്നെ വരുമോ അതോ പറയാൻ പറ്റില്ല. പ്രവചനാതീതം എന്നുകൂടി പറയുകയാണ്. എന്തായാലും ഇതൊക്കെയാണ് സാഹചര്യം. ഇതൊക്കെയാണ് സാഹചര്യം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധി ഉണ്ട്. എങ്കിലും കോർപ്പറേഷനിൽ ജോലിയൊക്കെ കിട്ടുന്നതിലുള്ള ഒരു ആശ്വാസം അവർ പങ്കുവെക്കുന്നുണ്ട്.
അപ്പോ ആര് എങ്ങനെയെന്നൊക്കെയുള്ള തീരുമാനങ്ങളുണ്ട്. പക്ഷേ രാഷ്ട്രീയം അവർ തുറന്നു പറയുന്നില്ല എന്നതാണ്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ കാണിക്കാം എന്നതാണ് അവർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ജോലി തുടർച്ചയായി കിട്ടുന്നതിന്റെ ഒരു ആശ്വാസമുണ്ട്. മറ്റ് സർക്കാർ പദ്ധതികളുടെ ആശ്വാസവും ഉണ്ട്. വ്യക്തിയെ നോക്കി വോട്ട് ചെയ്യുമെന്ന് പറയുന്നവരുണ്ട്. ഒപ്പം തന്നെ പാർട്ടിയും വ്യക്തിയും പ്രധാനമാണെന്ന് പറയുന്നവരുണ്ട്. എന്തായാലും കൊല്ലത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ ഇല്ല എങ്കിൽ പോലും മാറി ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് എന്നതിന്റെ സൂചനകൾ കൂടി കശുവണ്ടി ഫാക്ടറികൾ നമുക്ക് നൽകുന്നുണ്ട്.